പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം KSRTCയിൽ പണവും സ്വാധീനവും അധികാരവും ഉണ്ടെങ്കിൽ VRS എടുത്ത ആൾ പോലും തിരിച്ച് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ, കാര്യം അത് ആർജിത അവധിയായി പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ, കാര്യം എല്ലാ ആനുകൂല്യങ്ങളും കൂടി അദ്ദേഹം ജോലിയിൽ പുനർപ്രവേശിക്കും എന്നുള്ളതിനെ കുറിച്ചാണ്. കാര്യം നിങ്ങൾക്കോ എനിക്കോ അതിന് പറ്റില്ല. ഒരു മെഡിക്കൽ ലീവ് കൊടുത്താൽ പോലും LWA ആക്കുന്ന KSRTCയിലാണ് ഇത്തരം ഒരു കാര്യം നടക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയും ബാക്കിയുള്ള ആളുകളും KSRTC മാനേജ്മെൻറ്റും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളിലേക്കും പൊതു സമൂഹത്തിലേക്കും. കാര്യം ഇത് പൊതുജനങ്ങൾ അറിയണം. കാര്യം സർക്കാർ ജീവനക്കാർ എവിടെയെങ്കിലും VRS കൊടുത്തു കഴിഞ്ഞാൽ അവരെ തിരിച്ചെടുക്കുമോ? തിരിച്ചെടുത്താൽ തന്നെ ഒരേ ഉത്തരവിൽ പുറത്താക്കലും അതേ ഉത്തരവിൽ തിരിച്ചെടുക്കലും, അങ്ങനെയുള്ള ഒരു വിചിത്ര സംഭവമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. ഞാനതൊന്ന് വായിക്കാം. പ്രേക്ഷിതൻ രാധാകൃഷ്ണൻ KP, ഡിസ്ട്രിക്ട് ട്രാൻസ്പോർട്ട് ഓഫീസർ ബ്രാക്കറ്റിൽ വിജിലൻസ് ഓഫീസർ ഇൻചാർജ്. സ്വീകർത്താവ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ KSRTC. സാർ, എനിക്ക് ശാരീരികമായും മാനസികമായും കോർപ്പറേഷനിൽ തുടർന്ന് ജോലി ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. മേൽ സാഹചര്യത്തിൽ എനിക്ക് എത്രയും പെട്ടെന്ന് വാളണ്ടിയർ റിട്ടയർമെൻറ്റ് അനുവദിച്ച് നൽകണമെന്ന് താല്പര്യപ്പെടുന്നു. ഇതാണ് കത്ത്. അപ്പോൾ ഒരാൾ ചോദിക്കുന്നു, എനിക്ക് ശാരീരികവും മാനസികവുമായി, അതായത് മെൻ്റലി അദ്ദേഹം പ്രിപ്പയർഡ് അല്ല, അദ്ദേഹം തന്നെ ബോധ്യപ്പെടുന്നു ഞാൻ മെൻ്റലി പ്രിപ്പയർഡ് അല്ല എന്നുള്ള ഒരാളാണെന്ന് അദ്ദേഹം വിലയിരുത്തുന്നു. അല്ലെങ്കിൽ ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം അദ്ദേഹത്തിന് തുടർന്ന് പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് VRS എടുക്കുന്നത്. ഇദ്ദേഹം ശബരിമല ഡ്യൂട്ടിയിലേക്ക് പോയി, പമ്പ സ്പെഷ്യൽ ഓഫീസറായിട്ട് പോയി. അവിടെയാണ് അവിടെ അദ്ദേഹം കാണിച്ചു കൂട്ടിയ കാര്യങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ആൾറെഡി. ഇന്ന് അദ്ദേഹം KSRTCയുടെ തന്നെ ഒരു ഡിപ്പോയിൽ ATO ആയിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെ വിടുതൽ ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഞാൻ വായിക്കാം. ജനറൽ സെക്ഷൻ ട്രാൻസ്പോർട്ട് ഭവൻ നമ്പർ 19/GL4/2023/RTC. ഡേറ്റ് തിരുവനന്തപുരം, തേഴ്സ്ഡേ 4th April 2023. റിക്വസ്റ്റ് ഡേറ്റ് 3/4/2023 ഓഫ് ശ്രീ KP രാധാകൃഷ്ണൻ. ഓർഡർ ഇനി വായിക്കാൻ പോകുന്ന ഓർഡറാണ്. ശ്രീ KP രാധാകൃഷ്ണൻ, ഡിസ്ട്രിക്ട് ട്രാൻസ്പോർട്ട് ഓഫീസർ, വർക്കിംഗ് ആസ് വിജിലൻസ് ഓഫീസർ, ചീഫ് ഓഫീസ് ഹാസ് requested for permission to retire voluntarily from the service of the corporation with effect from the FN of 4/4/2023. Wide read above. His request for voluntary retirement has been examined in detail. Now he has got more than 33 years of service and is due to retire from service of the corporation on 31/10/2026 on superannuation. Having considered his request, sanction is accorded to Sri KP Radhakrishnan, District Transport Officer, working as Vigilance Officer, Chief Office of Retire voluntary from the service of the corporation with effect from the FN of 4/4/2025. ഇതാണ് അദ്ദേഹം സമർപ്പിച്ച അപേക്ഷയിൽ KSRTC അനുവദിച്ചുകൊണ്ട് ഉത്തരവായത്. അത് ഉത്തരവ് നമ്പർ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അതേ ഉത്തരവ് പ്രകാരം ഇദ്ദേഹത്തിനെ പിരിച്ചുവിടാൻ അനുമതി KSRTC കൊടുത്തു. എന്നാൽ പിന്നീട് നടന്നത് ഇതേ ഉത്തരവ് നമ്പറിൽ ഒരാളെ പുറത്താക്കാനും ഒരേ ഉത്തരവ് നമ്പർ, അകത്താക്കാനും ഒരേ ഉത്തരവ് നമ്പറിൽ എങ്ങനെയാണ് ഇത് KSRTCയിൽ അല്ലാതെ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത് നടക്കുമോ, അല്ലെങ്കിൽ KSRTCയിൽ മാത്രമേ ഇത് നടക്കുമോ എന്ന് അധികാരികൾ പറയാൻ ബാധ്യസ്ഥരാണ്. അതിനെക്കുറിച്ച് ഞാൻ വായിക്കാം. ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുടെ നടപടിക്രമം. ഹാജർ ബിജു പ്രഭാകർ IAS. ഓപ്പറേറ്റിംഗ് വിഭാഗം ഹയർ ഡിവിഷൻ ഓഫീസർമാരുടെ ജീവനക്കാര്യം സ്വയം വിരമിക്കൽ ഉത്തരവ് റദ്ദ് ചെയ്ത് പുനഃപ്രവേശനം നൽകി ഉത്തരവാകുന്നത്. ജനറൽ വിഭാഗം ട്രാൻസ്പോർട്ട് ഭവൻ നമ്പർ 19/102/GL4/2023 RTC. തീയതി തിരുവനന്തപുരം 30/5/23. ഈ ഓർഡർ ഈ നമ്പർ നമ്മൾ നേരത്തെ വായിച്ചാണ്. കാര്യം ഒരാളെ പിരിച്ചുവിടാനുള്ള ഉത്തരവും തിരിച്ചകത്ത് കയറ്റാനുള്ള ഉത്തരവും ഒരേ നമ്പർ ഉത്തരവാണ്. അതെങ്ങനെയാണ് സംഭവിക്കുക? ഇനി തുടർന്ന് വായിക്കാം. ഈ ഓഫീസിലെ
വായന 1. ഓഫീസിലെ 4/4/23 ഇതേ നമ്പർ ഉത്തരവ്. 3/5/2023 ശ്രീ KP രാധാകൃഷ്ണന്റെ DTOയുടെ അപേക്ഷ. അപ്പം ഒരേ ഉത്തരവിൽ പുറത്താക്കുന്നു, അതേ ഉത്തരവിൽ തിരിച്ചെടുക്കുന്നു. അത് വിചിത്രമായ ഒരു സംഭവമാണ്. ഉത്തരവ്: ശ്രീ KP രാധാകൃഷ്ണൻ, ഡിസ്ട്രിക്ട് ട്രാൻസ്പോർട്ട് ഓഫീസർ. വായന 1. ഉത്തരവ് പ്രകാരം 4/4/2023 തീയതി മുതൽ കോർപ്പറേഷന്റെ സേവനങ്ങളിൽ നിന്നും സ്വയം വിരമിക്കൽ അനുവദിച്ച് ഉത്തരവായിരുന്നു. എന്നാൽ വായന 2 പ്രകാരം ടിയാൻ സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ച് സ്വയം വിരമിക്കൽ ഉത്തരവ് റദ്ദ് ചെയ്ത് കോർപ്പറേഷന്റെ സേവനങ്ങളിലേക്ക് പുനഃപ്രവേശനം അനുവദിച്ചുകൊണ്ടും ടിയാൻ ഡ്യൂട്ടിയിൽ നിന്നും വിട്ടുനിന്ന കാലയളവ് അർഹതപ്പെട്ട അവധിയായി കൊണ്ടും ഉത്തരവാകുന്നു. പ്രിയപ്പെട്ട ജീവനക്കാരെ, നിങ്ങൾക്കിത് സാധിക്കുമോ? രാധാകൃഷ്ണന് സാധിക്കും. സാധിച്ചതിൻ്റെ ഭരണീഫലമാണ് നമ്മളിത് പമ്പയിൽ കണ്ടത്. KSRTCയിലെ നിങ്ങൾക്കോ എനിക്കോ ഇത് സാധിക്കില്ല. കാര്യം ഇവിടെ ഭരണവും സ്വാധീനവും രാഷ്ട്രീയ സ്വാധീനവും മതസ്വാധീനവും എന്ന് വേണ്ട എങ്ങനെയെല്ലാം ഇടയിലൂടെ തിരികെ കയറ്റാം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മളിവിടെ കാണിച്ചത്. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖയാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നത്. അത് ഞങ്ങളെ കാണുന്ന ആളുകൾ KSRTC വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് പരിശോധിക്കണം. കാരണം വളരെ മനോഹരമായ ആചാരങ്ങളാണ് KSRTCയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെയുണ്ടോ? കാര്യം VRS എടുത്ത ആളിനെ അവധി കൊടുത്ത് അയാളുടെ ഫുൾ ശമ്പളത്തോടു കൂടി തിരികെ കയറ്റുകയാണ്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ആചാരം? പക്ഷേ ഇവിടെ ഒരു ജീവനക്കാരൻ തിരിച്ച് പ്രവേശിക്കാൻ അപേക്ഷ കൊടുത്താൽ ആ അപേക്ഷ പോലും പരിഗണിക്കുന്നില്ല. കൂടാതെ ഒരുത്തൻ മെഡിക്കൽ ലീവ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പറയുന്ന ഡോക്ടർ, അപ്പോൾ ഒരുത്തന് മെൻ്റലി വീക്കാണെങ്കിൽ അവൻ ഒരു മെൻ്റൽ ഡോക്ടറെ കാണാൻ പറ്റും. പക്ഷേ KSRTC പറയുന്ന ഡോക്ടറെ കണ്ടെങ്കിൽ മാത്രമേ KSRTC അത് മെഡിക്കൽ ലീവായി പരിഗണിക്കൂ. അല്ലാത്തവരെല്ലാം LWA ആണ്. എന്ത് വിരോധാഭാസമാണ് പ്രിയപ്പെട്ട ജനങ്ങളെ! KSRTCയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രവണതയാണിത്. അപ്പോൾ ഇതിനെതിരെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. രാധാകൃഷ്ണൻ സാർ ഇപ്പോൾ നിലവിൽ ഗുരുവായൂർ ATയായി സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ്. കാര്യം മെൻ്റലി അദ്ദേഹം ഫിറ്റല്ല എന്ന് അദ്ദേഹം തന്നെ സ്വയം സമ്മതിക്കുന്ന ഒരാളാണ് ഇന്ന് ആ യൂണിറ്റ് ഓഫീസർ. അദ്ദേഹത്തിനോടൊപ്പം ജോലി ചെയ്യുന്ന ജീവനക്കാരൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. Thank you.